എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനം തരുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗീതവും ഗോവിന്ദും കൂടെ അവർണീയനെ കാണാനായിട്ട് വരുവാണ്. പക്ഷേങ്കില് അവർണീയനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ സത്യങ്ങളൊക്കെ വെളിയിൽ വരുന്നത്. ഇത്രയും ദിവസം ഗീതുവിന്റെ നേരെയാണ് എല്ലാരും വെള്ളി ചൂടിക്കൊണ്ടിരുന്നത്. ഗീതുവാണ് കിഷോറിനെ കൊന്നെ, കാമുകനെ ഇല്ലാതാക്കി ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയാസിലൊക്കെ വാർത്തകളൊക്കെ പരക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അറിഞ്ഞ് മനം തന്നാണ് ഗീതു ഇരുന്നിരുന്നത്. പക്ഷേങ്കില് പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ ഗീതു അറിയണേ. അവസാനം അവർണയ്ക്ക് വേറെ ഗത്യന്തരം ഇല്ലാതെ വന്നിപ്പോ അവർണയ്ക്ക് ആ കാര്യങ്ങളൊക്കെ പറയാണ്. കിഷോർ തന്നെ കാണാൻ വന്നേ, തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അബോർട്ടായി പോയ ദിവസമാണ് കിഷോർ കാണാൻ വന്നേ. കിഷോർ പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു അവർണയുടെ അരിയിലേക്ക്. അങ്ങനെ അവർണയോട് വന്നിട്ട് ആ സ്വത്തുക്കളൊക്കെ തിരിച്ച് കിഷോറിന് തന്നെ എഴുതി കൊടുക്കണമെന്ന് പറയണം. പക്ഷേങ്കിൽ അവർണയ്ക്ക് അതിന് സമ്മതിച്ചില്ല. അവസാനം കിഷോർ പറഞ്ഞു, നീ ഇപ്പൊ ഇവിടെ തന്നെയുള്ളൂ, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ വേണേ കൊല്ലാനും ഞാൻ മടിക്കില്ല എന്ന് പറയണം. ഇപ്പൊ കിഷോർ വന്ന സമയത്ത് അജാസിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർണിക. അപ്പോഴാണ് കിഷോറിന്റെ വരവ്. പക്ഷെ കിഷോർ അങ്ങോട്ട് കയറി വന്ന പോലും അവർണിക അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നതിന്. പെട്ടെന്ന് അതുകൊണ്ട് അവർണയ്ക്കൊന്നും ചെയ്യാനും സാധിച്ചില്ല. പക്ഷേങ്കില് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കിഷോർ നേരെ അവർണയുടെ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്കാം, അങ്ങനെയാണെങ്കിൽ നിന്നെ ജീവനോടെ വിടാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യാ, ഇതേ ഈ പേപ്പറിൽ അങ്ങോട്ട് സൈൻ ചെയ്തതാട്ട്. ഇപ്പൊ നിന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ എന്റെ പേരിലേക്ക് മാറ്റുന്നതായിട്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ, നീ ജീവനോടെ ഉണ്ടാകത്തില്ല, നിന്നെ ഇവിടെ ഞാൻ പച്ചയ്ക്ക് തീർക്കൂന്ന് പറയാണ്. ഇത് കേട്ടതും അവർണ പറഞ്ഞു, കിഷോറെ വേണ്ട, വെറുതെ അഭ്യാസമായിട്ട് വരണ്ട, അത് നടക്കില്ല. എന്റെ ഡാഡി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സമ്പാദിച്ചുണ്ടാക്കിയതാ. ഇത് വേറൊരുത്തം കൊണ്ട് എന്താ വേറൊരുത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ വിട്ടുതരില്ല എന്ന് പറയണം. ഇതെന്റെ കുഞ്ഞിനും എനിക്കും വേണ്ടിയിട്ടുള്ളതെന്ന് പറയണം. മര്യാദക്കാണ് മര്യാദ. പക്ഷേ കിഷോറെ നിനക്ക് ഇനിയും നന്നാകാൻ സമയമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർണയെ മയപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ കിഷോറൊന്നും കൂട്ടാക്കില്ല. അവസാനം കിഷോർ പറഞ്ഞു, എനിക്കറിയാടി, നിനക്കും നിന്റെ ജാരസന്ധതിക്കും കൂടെ വാഴാനിട്ടല്ലേ, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. പിന്നീട് കിഷോർ അവർണയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. അവന് പറഞ്ഞ് വേണ്ട കിഷോർ എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ കിഷോർ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടായിരുന്നു. അവസാനം കിഷോറിനെ തള്ളി മാറ്റിയിട്ട് അവർണയെ അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അവർണയെ എപ്പോഴും അവിടെ ഒരു തോക്ക് അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തോക്കെടുത്ത് കിഷോറിന് നേരെ ചൂണ്ടുവാണ്. അതൊരിക്കലും കിഷോർ പ്രതീക്ഷ കാര്യമായിരുന്നില്ല. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം പിന്നീട് വെടി ഉതിർക്കുവാണ്. ഇനിയിപ്പം ആ സമയത്ത് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. അത് പക്ഷെ അജാസ് ആണോന്ന് അറിയില്ല. അജാസ് ആണോ അവർണയെ സഹായിച്ചെന്നും അറിയത്തില്ല. ആ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയി വെമ്പാലമുക്കിലുള്ള ആ വീട്ടിൽ കൊണ്ടുപോയി ഇടണമെങ്കിൽ, അതും ഭദ്രനെ കുഴിച്ചിട്ട് അതേ കുഴിയിൽ തന്നെ ഇടണമെങ്കിൽ അത് അനാർക്കലിക്കാണ് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്നത്. ഇനിയിപ്പം അനാർക്കലിക്ക് അറിയാവുന്ന ആ കാര്യങ്ങൾ വേറെ ആർക്കെങ്കിലും അറിയാവോന്നും അറിയത്തില്ല. എന്താണെങ്കിലും ആ ബോഡി അവിടെ കൊണ്ട് എത്തിക്കാനായിട്ട് അവർണയ്ക്കൊപ്പം അവരെ സഹായിച്ചിട്ടുണ്ട്. അത് അജാസ് ആവാനാണ് വഴി. കൃത്യസമയത്ത് തന്നെ അജാസ് അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്താണെങ്കിലും ആ കാര്യങ്ങളൊക്കെ കിഷോറിനെ കൊന്ന കാര്യങ്ങളൊക്കെ അവർണ ഗീതുവിനോടും ഗോവിന്ദനോടും പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിൽ ഒരു ഞെട്ടാണ്ട് വന്നത്. കാരണം അവർണ ഇങ്ങനെയൊന്നും ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമില്ല. അതോ ഇനിയിപ്പം അവർണയുടെ കൂടെ ചേർന്ന് മറ്റാരെങ്കിലും ആണോ ഇത് ചെയ്തതെന്ന് പോലും ഒരു സംശയം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അവർണയോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അവർണയെ തന്നെയാണോ ചെയ്തേ, അതോ ഇനിയിപ്പം മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. കാരണം അങ്ങനെ വെടി ഉതിർക്കാനായിട്ട് വേറെ ആരെങ്കിലും ആ സമയത്ത് അങ്ങോട്ട് വന്നേന്നോ. പക്ഷെ അവർണ അതിന് വ്യക്തമായിട്ടൊരു മറുപടിയും പറഞ്ഞില്ല. ഞാനെന്ന് തന്നെയാണ് അവർണയൊക്കെ പറയണേ. പിന്നീട് എല്ലാം കേട്ടുകഴിയുമ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അതെ ആ വെമ്പാലമുക്കിലുള്ള വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു പുണ്യസ്ഥലമായിട്ട് ഞങ്ങൾ കരുതി പോന്നിരുന്നേ. അവിടെയാണ് ആ ബോഡി കൊണ്ടേ കുഴിച്ചിട്ടെ. പക്ഷെങ്കിൽ അവന് ഇവർക്ക് അറിയത്തില്ല അതിനു മുമ്പ് ഭദ്രന്റെ ബോഡിയാണ് അവിടെ രാധികമ്മയും വർണ്ണും കൂടെ കുഴിച്ചിട്ടേന്നുള്ളത്. പക്ഷെ അതിൻ്റെ അകത്തെ ട്വിസ്റ്റ് അത് കൊണ്ടേ കുഴിച്ചിട്ട് മിക്കവാറും അജാസിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അറിയത്തുള്ളായിരിക്കും. അതോ ഇനിയിപ്പോ വേറെ ആരെങ്കിലും ആണോ ആ ബോഡിയെ കൊണ്ടേ അവിടെ ഇടാനായിട്ട് വന്നെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളത്തെ ഫുൾ വിശേഷം വന്നെങ്കിൽ അറിയത്തുള്ളൂ കേട്ടോ. ഒരു കാര്യം ഉറപ്പായി, ഗീതുവിന്റെ തലേന്ന് ആ കിഷോറിന്റെ ആ കൊലപാതകം അങ്ങനെ അങ്ങോട്ട് നീങ്ങുവാണ്. എന്തെന്നില്ലാത്തൊരു സന്തോഷം ഗോവിന്ദനും തോന്നി. പക്ഷെ അതോടൊപ്പം തന്നെ വല്ലാത്തൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഇതിന്റെ പേരിൽ ഇനിയിപ്പോ അവർണയെ ക്രൂശിക്കപ്പെടുമല്ലോ എന്നുള്ളൊരു ചിന്ത. അത് മാത്രല്ല ഭദ്രൻ എവിടെ എന്നൊരു ഇതും കൂടെ വരുന്നുണ്ട്. കാരണം ഭദ്രനെ കാണാനില്ല. ഇത്ര ദിവസമായിട്ട് ഭദ്രനെ കാണുന്നില്ല. പക്ഷേ കിഷോറിന്റെ കാര്യത്തെക്കുറിച്ചുള്ള കുരുക്കുകൾ നീങ്ങിയാൽ മാത്രമേ ഭദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഒരു പകുതി ആശ്വാസത്തോട് വിട്ടാണ് ഗീതവും ഗോവിന്ദവും അവിടെ നിന്ന് ഇറങ്ങണേ. അങ്ങനെ ഇറങ്ങിയാലും പോരുന്ന വഴിക്കൊക്കെ
ഗീതു ഗോവിന്ദനോട് അപർണയെ കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയത്തില്ലാതെ എന്തോ വേറെന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപർണയ്ക്ക് മൊത്തം കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപർണ അതിന് ശേഷം ഹോസ്പിറ്റലായിരുന്നല്ലോ. അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഗോവിന്ദേട്ടാ ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു അത് ശരിയാ, പക്ഷെ അതെന്താന്ന് മാത്രം അറിയത്തില്ല. അതെന്താന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ അറിയാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയാം. എനിക്ക് തോന്നുന്നുണ്ട് ഈ കിഷോറിന്റെ മരണോ അച്ഛനുമായിട്ട് എന്തോ ഒരു ബന്ധമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടോ ഗോവിന്ദ് പറഞ്ഞു അങ്ങനെ വരാൻ വഴിയുണ്ടോ? എനിക്കറിയില്ല, എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ പിന്നെ അച്ഛന്റെ ഫോൺ എങ്ങനെയാ അവിടുന്ന് കിട്ടുന്നേ? ആ വീട്ടിൽ നിന്ന് അച്ഛന്റെ ഫോൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കിഷോറിനെ അവിടെയല്ലേ കുളിച്ചിട്ടിരിക്കുന്നേ. അപ്പൊ പിന്നെ അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഇനിയിപ്പൊ അച്ഛന് ഇതിനകത്തെങ്കിലും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അങ്ങനെ പോലും ഒരു നിമിഷം അങ്ങ് സംശയിച്ചു പോവാണ് ഗീതു. അതൊന്നും പക്ഷെ ഗോവിന്ദനും അറിയാവുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ ഈ സമയത്ത് രാധിക വരണും വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. കാരണം രാവിലെ പോയതാണ് ഗീതവും ഗോവിന്ദനായിട്ട് എത്തിയിട്ടില്ല. അവരിനി ഇപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിക്കാൻ പോയതാണോ എന്നൊരു ടെൻഷൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ രാധികാമ്മേനെ വരുണിനെ ഇടയ്ക്കിടയ്ക്ക് രേഖ ഇങ്ങനെ ചെന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവര് വാച്ച് ചെയ്യുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇവരെന്തെങ്കിലും തന്ത്രങ്ങൾ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ രേഖയ്ക്ക് മനസ്സിലാക്കി എടുക്കണം. എന്നിട്ട് വേണം അതൊക്കെ ഗീതുവിനെ ഗോവിന്ദനെ അറിയിക്കാനായിട്ട്, അജ്ഞാതന്റെ രൂപത്തിൽ അറിയിക്കാൻ വേണ്ടിട്ട്. കാരണം ഇവര് ചെയ്യുന്ന ഓരോ പ്രവർത്തികളോ അറിഞ്ഞിട്ടാണ് രേഖ അത് ഫോൺ ചെയ്ത് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അനോണിമസ് കോളായിട്ട് ഗോവിന്ദന്റെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെന്തെങ്കിലും തന്ത്രങ്ങൾ ഉണ്ടാക്കുന്നതോ പയറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ലോ. പക്ഷേങ്കില് രാധികമ്മ വരണോട് പറഞ്ഞു എടാ വരണേ, ഇതേ ഗോവിന്ദൻ ഗീതും പോയിട്ട് കുറെ സമയമായി. ഒരു പക്ഷേങ്കില് നമുക്കെതിരെ വല്ല തെളിവുകൾ ഉണ്ടാക്കാൻ പോയതാണോ? ഭദ്രന്റെ ബോഡി എതിരായിട്ടും കിട്ടിയിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് പോലും അറിയില്ല എന്ന് പറയണം. നമുക്കെതിരെ ആരോ ശക്തമായിട്ട് നീങ്ങുന്നുണ്ടെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനെന്ന് പറയണം. ഇത് കേട്ടതും വരുമ്പോൾ അത് ശരിയാമേ, പക്ഷെ നമുക്കതങ്ങനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇത് ആരാ എന്റെ പിന്നിൽ നിന്ന്? മിക്കവാറും അനാർക്കലി ആയിരിക്കും. അവളായിരിക്കും ഇതിന്റെ പിന്നില്. അവൾ അറിയാൻ നടക്കില്ല. കാരണം നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അനാർക്കലി അല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ചോദിക്കുക. അത് ശരിയാണ്, പക്ഷേങ്കില് എങ്ങനെ സംഭവിച്ചു? ഇത് മാത്രം എങ്ങനെ സംഭവിച്ചെന്ന് ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. കാരണം കിഷോറിന്റെ ബോഡി അവിടെ വരണമെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? കിഷോറിനെ കൊന്ന് അവിടെ കൊണ്ടുപോയിട്ടാണെന്ന് പറയാൻ പറ്റില്ല. അധികം വൈകാതെ തന്നെ ഭദ്രന്റെ ബോഡി എവിടെ നിന്നാലും കിട്ടും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളും പിടിക്കപ്പെടുമല്ലോ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒരു തന്ത്രം ഒപ്പിച്ചാൽ മതിയാവുള്ളൂ. ഇപ്പം ഗീതുവിന് മേലെ കിഷോറിന്റെ കുറ്റം ചാരി നമ്മളിങ്ങനെ നിൽക്കുവാണ്. പക്ഷെ അത് എത്ര കാലത്തേക്കെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷെ ഗീതു നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നവും. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരും പറഞ്ഞു അത് ശരിയാമേ, പക്ഷേ ഇപ്പം ഗീതുവിനെ ചാരി നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. അവളെ മാക്സിമം നമുക്ക് ഇതാക്കണം. അവളാണ് ഈ കുറ്റം ചെയ്ത് കിഷോറിന്റെ കൊലപാതകം ചെയ്ത് അവളാണ് നമുക്ക് വരുത്തി തീർക്കാനായിട്ട് കുറച്ച് തെളിവുകളും കൂടെ നമുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദ് പറഞ്ഞു അത് ശരിയാ. അല്ല ഗോവിന്ദല്ല, രാധികാൻ പറഞ്ഞു അത് ശരിയാ, പക്ഷെ അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയാണ്. അങ്ങനെ തെളിവുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം? പിറ്റേ ദിവസം രാവിലെ തന്നെ രാധികാമ്മ അനാർക്കലിയെ കാണാനായിട്ട് പോവാണ്. കാരണം ഇനിയിപ്പോ നോക്കി നിന്നിട്ട് കാര്യമില്ല, അനാർക്കലിയെ കാണണം. അവളെ കണ്ട് കാര്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് രാധികാമ്മ അനാർക്കലിയെ കാണാനായിട്ട് ചെല്ലുവാണ്. ഇത്രയും നാളെന്ന് കഴിഞ്ഞാൽ അനാർക്കലി രാധികാമ്മനെ കാണാൻ വന്നിട്ടുണ്ടേ. പക്ഷെങ്കിൽ അനാർക്കലിക്ക് മനസ്സിലായി രാധികാമ്മയുടെ ഉള്ളിൽ ഭയം കയറി തുടങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ അനാർക്കലി ചോദിച്ചു എന്താ രാധിക, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. അല്ല ഞാൻ ചോദിക്കുന്നതിന് നീ സത്യം മറുപടി തരണം. അല്ല ഞാൻ അവിടെ ഭദ്രന്റെ ബോഡിയല്ലേ കുഴിച്ചിട്ടെ, പിന്നെ എങ്ങനെ അവിടെ കിഷോറിന്റെ മൃതദേഹം വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അനാർക്കലി ഒന്ന് ചിരിക്കുകയാണ്. നീ എന്താ രാധിക എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ? നീ വിചാരിച്ചോണ്ടിരിക്കുന്നല്ലോ അപ്പുറത്താണ് കാര്യങ്ങൾ. നിനക്കൊന്നും അറിയത്തില്ല കേട്ടല്ലോ. നീ പറയുന്ന പണം തരുവാണ് നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ, ഇല്ലെങ്കിൽ നിനക്ക് ജീവിതകാലത്ത് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പറയണം. പക്ഷെ ഒന്നും മനസ്സിലായില്ല. എന്താ സംഭവം എന്ന് പോലും രാധികാമ്മയ്ക്ക് മനസ്സിലായില്ല. ഒരു കാര്യം ഉറപ്പായി, അനാർക്കലിയുടെ കയ്യിലാണിപ്പം തുറുപ്പിയിട്ടിരിക്കുന്നത്. അവൾ എന്തേലും ഒരു കാര്യം വെളിയിൽ വിട്ടിട്ടുണ്ടെങ്കിൽ താനും വരണു അടക്കം അകത്ത് പോയി കിടക്കത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഇനിയിപ്പൊ രാധികാമ്മ അവനെ ഭദ്രനെ കൊന്നപോലെ തന്നെ അനാർക്കലിയെ കൊല്ലണം. അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് രാധികാമ്മ അവിടുന്ന് വീട്ടിലേക്ക് പോയിരുന്നത്. പിന്നീട് വന്നതിന് ശേഷം വരുണിനോട് ആ കാര്യങ്ങളൊക്കെ പറയണം. കാരണം ഇനി അനാർക്കലി ഇങ്ങനെ വെറുതെ വിടുന്നത് ശരിയത്തില്ല. കാരണം ഭദ്രനെ എന്താണെന്ന് നമ്മൾ തീർത്തു. പക്ഷെ ഭദ്രന്റെ കാര്യത്തില് ഉടനെ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും. പക്ഷെ അതിനു മുമ്പ് അനാർക്കലിയെ തീർക്കണം. ഒരു കാരണവശാലും നമ്മളാ ഇത് ചെയ്തെന്നുള്ള സത്യം പുറലോകം അറിയാൻ പാടില്ല എന്ന് വരുണിനോട് പറയണം. വരുൺ പറഞ്ഞു അതോർത്ത് അമ്മ വിഷമിക്കണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ വരുണും പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ഗീതു നിരപരാധിയാന്ന് അധികം വൈകാതെ തന്നെ തെളിയും. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.